ഇന്നാണ് അവിടെ ഒരു സംഭവം ഇങ്ങനെ നടന്ന സംഭവം ഇന്നതാണെന്ന് ഇന്നാണ് ഞാനും കാണുന്നത്. അപ്പം ഇങ്ങനെ അയ്യോ എന്തൊക്കെ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കുന്നുവെന്ന് ഇത് ഓരോരുത്തർക്കും പറയും. എൻ്റെ ജീവിതം എടുത്താൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെതായ സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു വർഷങ്ങളായിട്ട് ഞാനും അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എന്തെങ്കിലും വേദനകളുണ്ട്. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഇമോഷണലി നല്ലോണം കണക്ട് ചെയ്യാൻ സാധിച്ചു. എല്ലാവരും പ്രേക്ഷകരാണ്. ഞാൻ കാണുന്നത് എൻ്റെ കണ്ണും എൻ്റെ മനസ്സും. ഓരോരുത്തരുടെയും മൈൻഡ് പല ഇതില്ല. അപ്പം അങ്ങനെ എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ അതൊന്ന് സിനിമയ്ക്ക് എടുത്തപ്പോൾ നന്നായിട്ടുണ്ട്. കുറച്ചധികം യൂസ് ചെയ്ത പോലെ തോന്നുന്നു. പെർഫോമൻസ് ഒക്കെ ദിലീപിൻ്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇമോഷണൽ സീൻസ് വരുമ്പോൾ കുറച്ച് ഇത്തിരി കുരുന്തടിക്കുന്ന രീതിയിലേക്കാണ് തോന്നുന്നത്. എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ തങ്കമണി എന്ന് പറഞ്ഞ ശരിക്കുള്ള യഥാർത്ഥ സംഭവത്തെ അപമാനിച്ചായിട്ടോ അത്ര നീതി പുലർത്തിയിട്ടില്ലാന്ന് തന്നെ തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചേക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതായത് വളച്ചൊടിക്കാനോ വേറെ തല താല്പര്യത്തോടു കൂടി എടുത്ത ഒരു പടം പോലെ തോന്നി എനിക്ക് പേഴ്സണലി. അതായത് ഒരു സിനിമാറ്റിക് ലിബർട്ടി കുറച്ച് അധികം എടുത്തിട്ട് വേറൊരു രീതിയിലേക്ക് ആക്കിക്കളും. അപ്പോൾ നല്ലൊരു ഇത് പറയേണ്ടുന്നൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ ഈ ഒരു രീതിയിലാക്കിയതിൽ ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഫിക്ഷൻ ചെയ്ത് ശരിയായിട്ടില്ലാന്നോ? അതെ, ഫിക്ഷനൊക്കെ ആവാം, സിനിമാറ്റിക് ലിബർട്ടിയും ആവാം, അത് ഡയറക്ടറുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ അത് യൂസ് ചെയ്തിരിക്കുന്ന രീതി കുറച്ചധികം ഡിഫറെൻ്റ് ആണ്. ആ ഇൻസിഡൻറ്റിനോട് നീതി പുലർത്തിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമ കണ്ടു. ദിലീപേട്ടൻ്റെ ഒരു വ്യത്യസ്തതയുള്ള സിനിമയാണ്. സാധാരണ ഒരു ജനപ്രിയ നായകൻ്റെ ഒരു കോമഡി മിമിക്രി പോലെയുള്ള സിനിമയെന്ന് പറഞ്ഞാൽ ഇതാണ്. രതീഷ് രഘുനന്ദൻ്റെ ഒരു കരിയർ കരിയറിൽ ഉടൽ എന്ന സിനിമ ഒരു ഹോട്ടായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷേ ഇത് വ്യത്യസ്തം എന്ന് പറഞ്ഞൊരു മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജനപ്രിയ നായകൻ്റെ ഒരു മരണമാസ പെർഫോമൻസ് ആണ്. തീപ്പൊരി പാറുന്ന അഭിനയ മികവാണ് ദിലീപേട്ടൻ. ആറാടി തിമിർത്തു പൊളിച്ചടിക്കും തന്നെ പറയാം. തിയേറ്ററിലെ ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാം. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അട്ടാറ് ഫൈറ്റാണ്. ഒരു ചിരിയല്ല, യഥാർത്ഥ സംഭവത്തെ ആസ്തമാക്കിയ 1986 സംഭവം ആസ്തമാക്കിയ മികച്ചൊരു ത്രില്ലിംഗ് അനുഭവമാണ് ദിലീപേട്ടൻ കാഴ്ചവെച്ചിരിക്കുന്നത്.